71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് പുന്നമടക്കായലിന്റെ ഓളപ്പരപ്പിൽ തുടക്കമാവുകയാണ്. ഹീറ്റ്സ് മത്സരങ്ങളാണ് ആദ്യം നടക്കുന്നത്. ഇരുട്ടുകുത്തി സി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരമാണ് ആരംഭിച്ചത്. മത്സര വള്ളംകളിയിൽ 21 ചുണ്ടൻ വള്ളങ്ങളടക്കം 75 കളിവള്ളങ്ങളാണ് മത്സരിക്കുന്നത്. തുടങ്ങി വരികയാണ്. ഏറ്റവും പുറകിലായി 3-ാം നമ്പർ ട്രാക്കിൽ 49-ാം നമ്പർ വള്ളം കാശിനാഥൻ വടക്കൻ പ്രദേശ് ജപ്പനം തുഴഞ്ഞുകൊണ്ട് വരുമ്പോൾ സെയിന്റ് സെബാസ്റ്റ്യൻ തന്നെ മുന്നിൽ. സെയിന്റ് സെബാസ്റ്റ്യൻ തന്നെ എല്ലാ കണ്ണുകളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ്. 2 മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുക. രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ചേരുന്നുണ്ട്. രഘു, ഓളപ്പരപ്പിലെ പുതിയ ജലരാജാവ് ആരായിരിക്കും അതറിയാനുള്ള കാത്തിരിപ്പിലാണ് ഓരോരുത്തരും. എങ്ങനെയാണ് ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ? രാവിലെ മുതൽ തന്നെ ആളുകളുടെ ഒഴുക്കാണോ? പൂരത്തിന് മുൻപായിട്ടുള്ള സാമ്പിൾ വെടിക്കെട്ടാണ് ആരംഭിച്ചിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഞാൻ ഉള്ളത്. ഇപ്പോൾ ഇരുട്ടുകുത്തി സി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 4 ഹീറ്റ് മത്സരങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ടിംഗ് പുറപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ളത് ബി, എ ഗ്രേഡ് എന്നതിന് ശേഷമാണ് മറ്റ് മത്സരങ്ങൾ. ഏകദേശം 50ഓളം മത്സരങ്ങളുണ്ട്, 50ഓളം വള്ളങ്ങളുണ്ട്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഓളത്തിലാണ് പുന്നമടക്കായലുള്ളത്. വള്ളംകളിയുടെ ആവേശപ്പോരിന് പുന്നമട പൂർണ്ണമായും അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കായലും കരയും ആവേശത്തിന്റെ അലകടലാകുന്ന കാഴ്ചകളാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത്. ഓളപ്പരപ്പിലെ പുതിയ ജലരാജാവിനെ കാത്തിരിക്കുകയാണ് വള്ളംകളി പ്രേമികൾ. 2 മണിക്കായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുക. കഴിഞ്ഞ വർഷം 74 വള്ളങ്ങൾ രജിസ്റ്റർ ചെയ്തുവെങ്കിൽ ഇത്തവണ മാറ്റുരയ്ക്കുന്നത് 71 വള്ളങ്ങളാണ്. നെഹ്റു ട്രോഫി വെള്ളിക്കപ്പ് നേടാൻ ചുണ്ടനുകൾ അംഗം വെട്ടുമ്പോൾ കരുത്തുകാട്ടാൻ ക്ലബ്ബുകളും തയ്യാറെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് കണ്ണൻ നായർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, ഇത്തവണ 71 വള്ളങ്ങൾ മത്സരത്തിന് പോരിനിറങ്ങുകയാണ്. ഇത്രയും മാസങ്ങൾ നീണ്ട പരിശീലനമായിരുന്നു. അതിനെല്ലാം ഇന്നെ ഫിനിഷിംഗ് പോയിന്റിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇത്തവണ പലരും പറയുന്നത് കേട്ടു, ഇഞ്ചോടിഞ്ച് ഫിനിഷിംഗ് ഒന്നും വേണ്ട, ഒരു വള്ളപ്പാടകനെ തന്നെ നമുക്ക് ജയിക്കണം എന്നുള്ള ഒരു വാക്കിലാണ് അവിടെ അവരുള്ളവർ. ചെറുവള്ളങ്ങളുടെ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു. അതായത് പുന്നമടയുടെ കായൽപ്പരപ്പുകളിൽ ജല പോരാട്ടത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. വളരെ വാശിയോടുകൂടിയുള്ള ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ പുന്നമടയുടെ ഇരു കരകളിലും നിൽക്കുന്ന ആയിരക്കണക്കിന് വള്ളംകളി പ്രേമികൾ ആർപ്പ് വിളിച്ചുകൊണ്ട്, ആർപ്പോ ഇറോ എന്നുള്ള വിളിച്ചുകൊണ്ട് വളരെ ആവേശത്തോടു കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപോലെ കടന്നു വരുന്ന 4 വള്ളങ്ങൾ, തെരുത്തിപ്പറമ്പുണ്ട്, താണിയൻ ഗ്രേറ്റുണ്ട്, ശ്രീഭദ്രയുണ്ട്, ഗോതുരുത്ത് പുത്രൻ. ഈ 4 വള്ളങ്ങൾ ഒരേ വാശിയോടുകൂടി തുഴഞ്ഞു വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഏതാണ്ട് പകുതിയോളം ഭാഗത്തേക്ക് വള്ളം മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച. അല്പസമയത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 1-1.5 മിനിറ്റിനുള്ളിൽ തന്നെ ആ ചെറുവള്ളങ്ങൾ ആ ഇരുട്ടിനെ പോലും ഭേദിച്ച് ചുണ്ടൻ വള്ളങ്ങളെക്കാൾ വേഗത്തിൽ കുതിച്ചു പായുന്ന, വെള്ളത്തോട് മുട്ടി നിൽക്കുന്ന തറഭാഗമുള്ള ആ വള്ളം ഇതേ കടന്നു വരുന്ന ഒരു കാഴ്ചയാണ്. ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളമാണ്. അതിൽ ഏതാണ്ട് 25 മുതൽ 35 വരെ തുഴക്കാരുണ്ടാകും, അമരക്കാരുണ്ടാകും. അങ്ങനെയുള്ള ഒരു വള്ളം തുഴഞ്ഞു വരികയാണ്. ശക്തമായ മഴയുണ്ട്. ആ മഴയ്ക്കൊന്നും ഇവിടുത്തെ വള്ളംകളി ആവേശത്തെ ചോർത്താൻ സാധിക്കില്ല എന്നതിന് തെളിവാണ് ഇരു കരകളിലും കൂടി നിൽക്കുന്ന ഈ വള്ളംകളി പ്രേമികൾ. ഇവിടെ നിൽക്കുന്ന പല മരങ്ങളുടെ മുകളിലൊക്കെ തന്നെ കയറിയിരുന്നു കൊണ്ട് അവരുടെ വള്ളത്തെ അവരുടെ വള്ളം ജയിക്കണം, അവരുടെ വള്ളം ഹീറ്റ്സിൽ ഒന്നാമത് വരണം എന്നുള്ള ആവേശത്തോടു കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഇനി വരാൻ പോകുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരമാണ്. അത് 3 മണിയോടുകൂടിയാണ് ആരംഭിക്കുക. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം, മാസ്റ്ററിന് ശേഷമായിരിക്കും ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം നടക്കുക. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ ഒരു തരത്തിലും പ്രവചിക്കുക അസാധ്യമാണ്. ആര് ജയിക്കും, ആര് തോൽക്കുമെന്ന് പറയുക പ്രവചിക്കുക അസാധ്യമായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലാവരും തന്നെ ഉള്ളത്. കാര്യം ആ 21 വള്ളങ്ങളിൽ ഏതാണ്ട് 10ലധികം വള്ളങ്ങൾ 4 മിനിറ്റ് അല്ലെങ്കിൽ 4.5 മിനിറ്റിനുള്ളിൽ ട്രയലിൽ തുഴഞ്ഞു വന്ന ആ വള്ളങ്ങളാണ്. അവരുടെ കൈക്കരുത്തും അവരുടെ തൊഴിൽക്കാരുടെ കൈക്കരുത്തും മേക്കരുത്തും പൂർണ്ണമായും ഈ പുന്നമടയിൽ പ്രകടിപ്പിക്കുമ്പോൾ വലിയ വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കും.